നമസ്കാരം. ആയുർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അലോപേഷ്യയെ പറ്റിയിട്ടാണ്. അപ്പോൾ അലോപേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിനെപ്പറ്റി അറിയാവുന്നത്? തലയിൽ വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ താടി ഭാഗത്തായിട്ട് നമുക്ക് മുടി കൊഴിഞ്ഞു പോകുന്നൊരു കണ്ടീഷനാണിത്. ഇത് കൂടുതലും ഹെറിഡിറ്ററി ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ്. ഇത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ഒക്കെ നശിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുകയും പിന്നീട് അത് ഈ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന കണ്ടീഷന് അലോപേഷ്യ എയറേറ്റ് ആണെന്നും അതേപോലെ അത് മുഴുവൻ ഭാഗത്തായിട്ട് ഈ മുടി കൊഴിഞ്ഞു പോകുന്നതിന് അലോപേഷ്യ ടോട്ടാലിസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ അലോപേഷ്യ വരുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹെറിഡിറ്ററി റീസൺസ് തന്നെയാണ്. പിന്നീട് നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ ഇതിനൊരു കാരണമായി വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഫലപ്രദമായ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് മാലത്യാദി കേരമാണ്. അപ്പോൾ മാലത്യാദി കേരം നമുക്ക് യൂസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ മുടി കൊഴിയാതിരിക്കാനും അതേപോലെ മുടി പിന്നീട് വളർന്നു വരാനും നല്ലപോലെ സഹായമാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെഡിസിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും അതനുസരിച്ച് ക്രമീകരിക്കുക. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, മുടി വളരുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇത് മാലത്യാദി കേരം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പാച്ചസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഉള്ളി വെച്ചിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി വെച്ചിട്ട് നമ്മൾ നന്നായി സ്ക്രാച്ച് ചെയ്യുക. അതിനുശേഷം അവിടെ മാലത്യാദി കേരം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഈ താളി പോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഹെയർ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പാച്ചസ് ഹെയർ വെച്ച് കവർ ആവുന്നതായിരിക്കും. പിന്നീട് ഇത് വരാതിരിക്കാനാണെങ്കിലും ഈ ഒരു ഹെയർ ഓയിൽ തന്നെ മാലത്യാദി കേരം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ടിപ്പായിട്ട് വരുന്നവരെ ബൈ.